1983 ഞാൻ വിമൻസ് കോളേജിൽ അധ്യാപികയായിരിക്കുന്ന സമയത്താണ് എൻ്റെ രണ്ടാമത്തെ കുഞ്ഞിനെ ഗർഭം ധരിക്കുന്നത്. ഞാൻ എന്നിട്ട് മെഡിക്കൽ കോളേജിലെ വളരെ പേരുകേട്ട ഒരു ഡോക്ടർ എന്ന് പറയുന്നത് അവർ വളരെ പൊളിറ്റിക്കലി ഒക്കെ ഇൻഫ്ലുവൻസ് ഉള്ള ലേഡിയായിരുന്നു. ഞാൻ അവരെ ആ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് കൊണ്ടല്ല, അല്ലാതെ തന്നെ പേരുകേട്ട ഒരു ലേഡി ഡോക്ടറാണ്. അങ്ങനെ ഞാൻ അവരെ പോയി കണ്ടുകൊണ്ടിരുന്നു. അതായത് റെഗുലർ ആയിട്ട് അവരെ പ്രൈവറ്റായി പോയി അവരുടെ വീട്ടിൽ പോയി കണ്ട് വേണ്ട ചെക്കപ്പുകളൊക്കെ നടത്തി കൊണ്ടുവന്നിരുന്നു. അങ്ങനെ കൊണ്ടുവന്നിരിക്കുമ്പോൾ 7 മാസം എനിക്ക് ചെറിയ പ്രഷറിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഗർഭാവസ്ഥയിൽ. 7 മാസമായപ്പം അവർ സ്വകാര്യ പ്രാക്ടീസ്, മെഡിക്കൽ കോളേജിൽ കൂടാതെ അവർ സ്വകാര്യ പ്രാക്ടീസ് നടത്തുന്ന ഒരു ഹോസ്പിറ്റലിൽ എന്നെ അഡ്മിറ്റ് ചെയ്ത് ഏതാനും ദിവസം, അത് പ്രഷർ കൂടിയത് കൊണ്ടാണ് ആ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നു. അത് കഴിഞ്ഞ് എന്നോട് ബെഡ് റെസ്റ്റ് എടുക്കണം, ഇനി കോളേജിൽ പോക്ക് നിർത്തണം എന്ന് പറഞ്ഞു തൽക്കാലത്തേക്ക്. അങ്ങനെ ഞാൻ ബെഡ് റെസ്റ്റ് എടുത്ത് എൻ്റെ വീട്ടിൽ താമസിക്കുമ്പോൾ ഞാൻ എടുത്തു തീർക്കേണ്ട പാഠഭാഗങ്ങൾ കിടന്നുകൊണ്ട് പഠിപ്പിക്കാം എന്ന് പറഞ്ഞ് പെൺകുട്ടികളെ, വിമൻസ് കോളേജ് അല്ലേ, പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ, അവരെ എൻ്റെ വീട്ടിലേക്ക് വിളിച്ച് ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. അങ്ങനെ ക്ലാസ് എടുത്തതിൻ്റെ ആ സ്നേഹപ്രകടനം ഇപ്പോഴും അവരെന്നെ വിളിച്ച് ചോദിക്കും, അന്നത്തെ ആ മോൻ എങ്ങനെ ഇരിക്കുന്നു ടീച്ചറെ എന്നൊക്കെ. അപ്പോൾ അത് ആ മോനിലേക്ക് എത്തുന്ന മുമ്പ് പറയട്ടെ, അങ്ങനെ അവസാനം ഞാൻ ഡോക്ടർ പറഞ്ഞ ഡേറ്റ് അനുസരിച്ച് മെഡിക്കൽ കോളേജിൽ തന്നെ അഡ്മിറ്റഡ് ആകുന്നു. കാരണം അവിടെയാണല്ലോ ഡോക്ടർ വർക്ക് ചെയ്യുന്നത്, എന്നെ കൺസൾട്ട് ചെയ്യുന്ന എന്നെ നോക്കുന്ന ഡോക്ടർ വർക്ക് ചെയ്യുന്നു. അങ്ങനെ ഞാൻ അവിടെ പിന്നെ അഡ്മിറ്റഡ് ആകുന്നു. അഡ്മിറ്റഡായി, അത് പറഞ്ഞ ഡേറ്റിന്റെ തലേന്നാണ് അഡ്മിറ്റഡ് ആകുന്നത്. അന്ന് പിന്നെ രാത്രിയാകുന്നവരെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പതുക്കെ വേദന തുടങ്ങുന്നു. അപ്പൊ എന്നെ ലേബർ റൂമിലേക്ക് മാറ്റുന്നു. ലേബർ റൂമിലേക്ക് മാറ്റി കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നം, പിന്നെ നമ്മുടെ ബന്ധുക്കൾക്ക് ആർക്കും അങ്ങോട്ട് പ്രവേശനമില്ല. അവിടെ പിന്നെ ഒരു ഡോക്ടർമാരുടെ ലോകം എന്ന രീതിയിലാണ്, നമുക്ക് വേണ്ടത്ര കെയർ കിട്ടും എന്നുള്ള ഒരു മിഥ്യാധാരണയാണ് ലേബർ റൂമിൽ കയറി കഴിഞ്ഞാൽ. അപ്പൊ അങ്ങനെ കയറി കഴിഞ്ഞിട്ട് ഒരു രാത്രി ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എനിക്ക് വല്ലാതെ വേദന വന്നു തുടങ്ങി. ഒന്ന് ഇടവിട്ട്, അതായത് ഒരിക്കൽ വേദന വരും, പിന്നെ കുറച്ച് സമയത്തേക്കില്ല. അതൊക്കെ ഡെലിവറി പെയിനിന്റെ ലക്ഷണമാണെന്ന് എൻ്റെ രണ്ടാമത്തെ കുട്ടിയുടെ ആയിരുന്നതുകൊണ്ട് എനിക്ക് തന്നെ മനസ്സിലായിരുന്നു. അങ്ങനെ ഞാൻ ഡോക്ടറെ വിളിച്ചു വന്നിട്ട് അവരെ, അപ്പോൾ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇന്നലെ മെഡിക്കൽ കോളേജിൽ ആലപ്പുഴ കാര്യം പറഞ്ഞത്, അലറി വിളിച്ചു കരയുന്ന സ്ത്രീകളുണ്ട്. അവരുടെ അടുത്തൊക്കെ ഈ ഡോക്ടേഴ്സ് ഓടി ചെല്ലുമ്പോൾ അവർക്കൊന്നും ഒരു പ്രശ്നവുമില്ല, അവർ പ്രസവിക്കാറൊന്നും ആയിട്ടില്ല. അപ്പൊ കരയാതെ കിടക്കുന്ന എന്നെ അവരൊട്ടും ഗവനിക്കുന്നില്ല. അങ്ങനെ കിടന്ന് എനിക്ക് വളരെ വലിയ ബുദ്ധിമുട്ടിലേക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തന്നെ ഭയമാണ്. അന്നിങ്ങനെ മൊബൈലോ ഒന്നുമില്ല. അപ്പൊ എനിക്ക് എൻ്റെ ഭർത്താവിനെ പോലും വിളിച്ചറിയിക്കാൻ പറ്റുന്നില്ല, എൻ്റെ അവസ്ഥ ആരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള അവസ്ഥ. ഞാൻ അഡ്മിറ്റഡ് ആയപ്പോൾ തന്നെ ഡോക്ടർ ഹോസ്പിറ്റലിൽ പറഞ്ഞിരുന്നു, എന്നെ ഇന്ന ഡോക്ടറാണ് നോക്കുന്നത്, അവരോട് അത്യാവശ്യമായിട്ട് പറയണം, കാരണം എനിക്ക് BP ഉള്ള പേഷ്യൻ്റ് ആയതുകൊണ്ട് ഞാനിങ്ങനെ അഡ്മിറ്റഡായി നേരത്തെ 5-6 ദിവസം ഹോസ്പിറ്റലിൽ കിടന്ന കാര്യമൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അവരാരും തിരിഞ്ഞു നോക്കുന്നില്ല. ആ ഡോക്ടറെ വിളിക്കണം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, അത് അവരൊക്കെ എമർജൻസി ഉണ്ടെങ്കിൽ മാത്രമേ വരൂ, അല്ലാതെ അങ്ങനെ വിളിച്ചാൽ വരില്ല. അങ്ങനെയാണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന നിർദ്ദേശം. അപ്പൊ ഓർക്കണം, അവിടെയുള്ളവരൊക്കെ PG പ്രാക്ടീഷണേഴ്സും ഒക്കെയാണ്. അങ്ങനെ ഞാനിങ്ങനെ വേദന കൊണ്ട് പൊളയുന്നു. പക്ഷെ ഞാൻ അതൊന്നും പുറത്തു കാണിക്കാതെ ഇരുന്ന് ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേന് എനിക്ക് അസഹനീയമായ വേദന എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ മരിക്കും എന്നുള്ള രീതിയിൽ എനിക്ക് വേദനയായിട്ടും ഡോക്ടർ വരുന്നില്ല, എന്നെ ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ അവസാനം ഡോക്ടറോട് ഞാൻ പറഞ്ഞപ്പോൾ എന്നെ ഒന്ന് നോക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേനും ഡോക്ടർ പറഞ്ഞു, മേരി ജോർജിന് രാവിലെ 8 മണിയാകുമ്പോഴത്തേക്കും BP കുറയാനുള്ള ഇഞ്ചക്ഷൻ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ടയറിംഗ് റൂമിലേക്കോ വീട്ടിലേക്കോ പോകാനുള്ള ഒരുപാടുകൂടി ഇറങ്ങി. ഉടനെ ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞു. മലയാളത്തിൽ പറഞ്ഞാൽ എനിക്ക് രക്ഷ കിട്ടില്ല, എൻ്റെ കുഞ്ഞും ഞാനും പോകുമെന്ന് ഉറപ്പായതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞു, 1/2 മണിക്കൂറിനകം എന്നെ ഡെലിവറി കോർട്ടിൽ കൊണ്ടുപോയി എൻ്റെ പ്രസവം എടുത്തില്ലെങ്കിൽ ഞാനും എൻ്റെ കുഞ്ഞും മരിച്ചിരിക്കും 1/2 മണിക്കൂറിനകം എന്ന് പറഞ്ഞിട്ട് അപ്പൊ തന്നെ ദൈവം തോന്നിച്ചതായിരിക്കാം, ഞാനത് മലയാളത്തിലും ഉറക്കെ പറഞ്ഞു. മലയാളത്തിലും കൂടി ഉറക്കെ പറഞ്ഞത് ഇനി ഇംഗ്ലീഷ് കേട്ടാൽ മനസ്സിലാകാത്ത പിന്നെ എന്താണ് പറയുക, ഗർഭിണികളാണ് അടുത്ത് ഒക്കെ കിടക്കുന്നവരെങ്കിൽ അവരും ഞാൻ മലയാളത്തിൽ പറയുമ്പോൾ എൻ്റെ അവസ്ഥ ഞാൻ ഡോക്ടറോട് പറഞ്ഞു എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കണം. അവർ പത്രക്കാരോടും, എനിക്കും എൻ്റെ കുഞ്ഞിനും എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ വീട്ടുകാരോടും എൻ്റെ മറ്റു പത്രക്കാരോടും ഒക്കെ ഈ വിവരം അവരായിട്ട് പറയണം. അതിനാണ് ഞാൻ മലയാളത്തിലും അത് ആവർത്തിച്ചത്. അങ്ങനെ ആവർത്തിച്ച് കഴിയുന്നതിന് മുൻപ് തന്നെ നിങ്ങളിൽ സ്ത്രീകൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അറിയാം, വളരെ ശക്തിയായ ഒരു മുക്കൽ എൻ്റെ ഭാഗത്തു നിന്ന് വന്നു.
അപ്പോൾ എൻ്റെ ഉദരത്തിൽ നിന്ന് കുഞ്ഞ് പുറത്തേക്ക് വരുന്നതിൻ്റെ മുക്കലാണ് അത് എന്ന് ആ ഡോക്ടർക്ക് മനസ്സിലായി. ഉടനെ എന്നെ ലേബർ കോട്ടിലേക്ക് കൊണ്ടുപോകാൻ പറയുന്നു. അങ്ങനെ എന്നെ ലേബർ കോട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ലേബർ കോട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും എൻ്റെ കുഞ്ഞ് പകുതി മുക്കാലും പുറത്തേക്ക് വന്നിരുന്നു. ലേബർ കോട്ടിൽ നിന്ന് പിന്നെ ഡോക്ടർ ഒരു കത്രിക, സ്റ്റെറിലൈസ് ചെയ്യാത്ത കത്രിക കൊണ്ടാണ് പിന്നെ കുഞ്ഞിൻ്റെ പൊക്കിൾ കൊടി മുറിച്ചത്. അങ്ങനെ പൊക്കിൾ കൊടി മുറിച്ച് അങ്ങനെ പ്രസവം അങ്ങ് കഴിഞ്ഞു. 3-ാം ദിവസം, അപ്പൊ അന്നത്തെ കാര്യം അങ്ങനെ തീരുന്നു. 3-ാം ദിവസം ആയപ്പോഴത്തേനും കുഞ്ഞിന്റെ പൊക്കിൾ കൊടി വീണു പോകുന്നു. സാധാരണ 3-ാം ദിവസം കുഞ്ഞിന്റെ പൊക്കിൾ കൊടി വീഴുകയാണെങ്കിൽ അതിനെന്തോ പ്രശ്നമുണ്ടെന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ ഞാനത് ഡോക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ഡോക്ടർ പറഞ്ഞു, എന്നെ കൺസൾട്ട് ചെയ്തുകൊണ്ടിരുന്ന ഡോക്ടർ കണ്ടതേയില്ല, വേറെ അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടറെ കണ്ടു. പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അത് സാരമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെ ഡിസ്ചാർജ് ചെയ്ത് 3-ാം ദിവസം വീട്ടിലേക്ക് വരുന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ദിവസം ഡോക്ടർ ലീലാമണി അംബ്രോസ്, അവിടുത്തെ മെഡിസിൻ അവിടെ മെഡിക്കൽ കോളേജിന്റെ സൂപ്രണ്ടാണ്. അപ്പോൾ അവർ ഞങ്ങളുമായിട്ട് വളരെ സൗഹാർദ്ദമുള്ളവരായിരുന്നു. അവർ വീട്ടിൽ അമ്മയെയും കുഞ്ഞിനെയും കാണാനായിട്ട് വന്നപ്പോൾ കുഞ്ഞിനെ ഇടിയിച്ചിരുന്ന കുട്ടി ഉടുപ്പിന്റെ ഒരു സ്റ്റെയിൻ ബ്ലഡ് പൊക്കിളിന്റെ അവിടെ കണ്ടു. ഉടനെ ഡോക്ടർ അന്തം വിട്ടു പറഞ്ഞു, അയ്യോ, കുഞ്ഞിന് അംബിളിക്കൽ സെപ്സിസ് വരുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ മെഡിക്കൽ കോളേജിന്റെ പീഡിയാട്രി വിഭാഗത്തിലേക്ക് കൊണ്ടുപോകണം കുഞ്ഞിനെ എന്ന് പറഞ്ഞു. അങ്ങനെ അതായത് പ്രസവിച്ചിട്ട് 4-ാം ദിവസം അന്ന് തന്നെ അപ്പോൾ തന്നെ ഡോക്ടർ മാഡം തന്നെ, ഡോക്ടർ ലീലാമണി അംബ്രോസ് തന്നെ മെഡിക്കൽ കോളേജിലെ പീഡിയാട്രി വിഭാഗത്തിൽ വിളിച്ച് ഇങ്ങനെ ഒരു പേഷ്യന്റ് വരുമെന്നും വളരെ പെട്ടെന്ന് കെയർ ചെയ്യണമെന്നും പറഞ്ഞു. ഞങ്ങൾ അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ അംബിളിക്കൽ സെപ്സിസ് തുടങ്ങിയിരിക്കുകയാണ് കൊച്ചിന്. അങ്ങനെ കൊച്ചിനെ ICUവിൽ അഡ്മിറ്റ് ചെയ്തു. അവിടെ ഒരുപാട് കുഞ്ഞുങ്ങളെ ഇങ്ങനെ ICUവിൽ ഓരോ ന്യൂ ബോൺ ബേബീസിനെ ഇങ്ങനെ എന്താ പറയുക, തൊട്ടിലിൽ കിടത്തിയിരിക്കുന്നു. അമ്മയ്ക്ക് ഇരിക്കാനായിട്ട് ഒരു സ്റ്റൂൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ കുഞ്ഞിനെ കിടത്തി ട്രീറ്റ്മെന്റ് തുടങ്ങി. ദ വെരി നെക്സ്റ്റ് ഡേ ഡോക്ടർ എന്നോട് പറഞ്ഞു, കുഞ്ഞിനെ ഞങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളാം, പക്ഷെ അമ്മ വീട്ടിൽ പോയി വിശ്രമിക്കണം. പ്രസവിച്ചിട്ട് ഇത്ര നേരത്തെ തന്നെ ഇങ്ങനെ സ്റ്റൂളിൽ ഇരുന്നാൽ നിങ്ങൾക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു, ഞാൻ ഒരു കാരണവശാലും എൻ്റെ കുഞ്ഞിനെയും കൊണ്ടല്ലാതെ വീട്ടിലേക്ക് പോകില്ല എന്ന് വാശി പിടിച്ചു. കാരണം ഞാൻ വന്ന ആദ്യത്തെ ദിവസം തന്നെ കാണാൻ തുടങ്ങി. അതായത് ഈ ബൈസ്റ്റാൻഡേഴ്സ് ആയിട്ട് കുഞ്ഞിനെ നോക്കാൻ ഇരിക്കുന്നവർ ചായ വരെ ഈ ന്യൂ ബോൺ ബേബിയുടെ വായിലേക്ക്, അമ്മ വീട്ടിൽ പോയി പ്രസവിച്ച് കിടക്കുകയാണ്. അതുകൊണ്ട് സത്യം പറയാം, അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട്, ഇങ്ങനെ മാതൃത്വത്തിന്റെ മഹിമ അറിയാത്ത സ്ത്രീകളെ മാതാവാക്കി ഈശ്വരനോട് പോലും കലഹിച്ച നിമിഷങ്ങളായിരുന്നു എൻ്റെ അന്ന്. അപ്പൊ അങ്ങനെ ഞാൻ എൻ്റെ കുഞ്ഞിന് വേണ്ടി കാത്തിരുന്നു. ഓരോ ദിവസവും ഞങ്ങൾ ഓരോ നിമിഷവും എണ്ണി എന്ന രീതിയിൽ അങ്ങനെ മുൻപോട്ട് പോയി. പിന്നെ ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനി പേടിക്കാനില്ല, വീട്ടിൽ പോയി വിശ്രമിക്കുന്ന എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ കുഞ്ഞിനെയും കൊണ്ട് തിരിച്ചു പോകൂ എന്ന് പറഞ്ഞു. അങ്ങനെ 21 ദിവസം ICUവിൽ കുഞ്ഞിനെയുമായി കഴിഞ്ഞു. 28 ഇഞ്ചക്ഷനാണ് ആ ന്യൂ ബോൺ എൻ്റെ കുഞ്ഞിന് എടുക്കേണ്ടി വന്നത്. ഞങ്ങൾ വീട്ടിലേക്ക് അങ്ങനെ പൂർണ്ണമായിട്ട് സുഖമായി എന്ന് ഡോക്ടർ സർട്ടിഫൈ ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത്. അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു പോന്നു കഴിഞ്ഞിട്ടും ഒരു 5 വയസ്സാകുന്നത് വരെ കുഞ്ഞിനൊരു ജലദോഷം വന്നാൽ, കാരണം നമുക്കറിയാം ഈ ആംബിളിക്കൽ സെപ്സിസ് വരുന്ന കുഞ്ഞുങ്ങൾക്ക് അത് ബ്രെയിനിനെയൊക്കെ ബാധിച്ചാൽ ബ്രെയിൻ ഡെവലപ്മെന്റ് മുതലുള്ള എല്ലാ ഡിസബിലിറ്റീസും ഉണ്ടാകും. അതുകൊണ്ട് അങ്ങനെ ഒരു കുഞ്ഞുണ്ടായിട്ട് തന്നെ പ്രയോജനമില്ല. അപ്പൊ അങ്ങനെ വരാതിരിക്കാനായിട്ട് രാവും പകലും ഒരു ചെറു പനിയോ ജലദോഷമോ പോലും കുഞ്ഞിന് വരാതെ ഞങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പിന്നെ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഒരുപാട് കുഞ്ഞുങ്ങളുടെ ജന്മത്തിന്റെ തകരാറിന്റെ കാരണവും ഇതുപോലെയുള്ള മെഡിക്കൽ കോളേജുകളും ഡോക്ടർമാരുമാണെന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ ഞങ്ങൾ അത്ര ബദ്ധശ്രദ്ധരായിരുന്നത് കൊണ്ട് ഞങ്ങളുടെ കുഞ്ഞിന് ഒരു പ്രശ്നവുമില്ലാതെ നന്നായി അവനെ വളർത്തിയെടുക്കാൻ പറ്റി. അവസാനം അവനിപ്പോൾ ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുകയാണ്.